തന്റെ കരിയറിനെ പറ്റി സ്വപ്നം കണ്ടത് തന്റെ അമ്മയാണെന്ന് പറയുകയാണ് നടി മമിത ബൈജു. ചെറുപ്പത്തിൽ മാതാപിതാക്കളെ പോലെ ഡോക്ടർ ആകണമെന്നായിരുന്നു തന്റെ ആഗ്രഹമെന്നും എന്നാൽ പതിയെ അഭിനയത്തിലേക്ക് എത്തിയെന്നും ഒടുവിൽ അമ്മ ആഗ്രഹിച്ചതൊക്കെ തന്റെ ജീവിതത്തിൽ നടന്നുവെന്നും ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ മമിത ബൈജു പറയുന്നു. അമ്മയാണ് തന്നെ കലാരംഗത്തേക്ക് പിച്ച് വെപ്പിച്ചതെന്നും ചെറുപ്പത്തിൽ ഡാൻസും പാട്ടും പഠിക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് അതിന് സാധിച്ചില്ല എന്നും അതുകൊണ്ടാകും തന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നതെന്നും മമിത ബൈജു പറയുന്നുണ്ട്. 3 വയസ്സുള്ളപ്പോൾ മുതൽ താൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഹയർ സെക്കൻഡറി വരെ എല്ലാ കലോത്സവങ്ങളിലും പങ്കെടുത്തു. ഡാൻസ്, മോണോ ആക്ട്, പ്രസംഗം എന്നീ ഇനങ്ങളിലായിരുന്നു താൻ മത്സരിച്ചതെന്നും സിനിമാ രംഗത്തേക്ക് വരാൻ കുടുംബത്തിന്റെ മൊത്തം സപ്പോർട്ട് ഉണ്ടെങ്കിലും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് തന്റെ അമ്മയാണെന്നും അമ്മയ്ക്ക് സാധിക്കാതെ പോയ ആഗ്രഹങ്ങളായിരുന്നു തന്നിലൂടെ അമ്മ സാധിച്ചതെന്നും മമിത ബൈജു പറയുന്നുണ്ട്. തനിക്ക് ഡാൻസിന് സമ്മാനം കിട്ടിയെന്നും ആ ഫോട്ടോ പത്രത്തിൽ അച്ചടിച്ച് വരണമെന്നും അമ്മ ആഗ്രഹിച്ചു. സ്കൂൾ യുവജനോത്സവത്തിലൂടെ അത് നടന്നുവെന്നും പിന്നീട് നടി മഞ്ജു വാര്യറിൽ നിന്ന് താൻ ഒരു അവാർഡ് വാങ്ങണമെന്നത് അമ്മയുടെ ആഗ്രഹമായിരുന്നുവെന്നും മഴവിൽ മനോരമയിലൂടെ അതും സാധിച്ചുവെന്നും താരം പറയുന്നുണ്ട്. വനിതയുടെ കവർ ഫോട്ടോയായി തന്റെ ചിത്രം വരണമെന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു. കാരണം വർഷങ്ങളായി അമ്മ വനിതയുടെ സ്ഥിരം വായനക്കാരിയാണ്. ഇപ്പോഴിതാ വനിതയിലൂടെ അതും സാധിച്ചുവെന്നും യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്റെ അമ്മ കുട്ടിക്കാലത്തെ കൊതിച്ചിരുന്ന കാര്യങ്ങളാണെന്നും മമിത പറയുന്നുണ്ട്. മാത്രമല്ല താൻ ആദ്യമായി അഭിനയിക്കുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. സർവോപരി പാലാക്കാരൻ എന്ന സിനിമയിലൂടെയായിരുന്നു ആദ്യം എത്തിയത്. പിന്നീട് 10ലേറെ സിനിമകളിൽ അഭിനയിച്ചുവെന്നും ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ പ്രേമലുവാണ് തനിക്ക് തെന്നിന്ത്യൻ നടി എന്ന ഇമേജ് തന്നതെന്നും മമിത പറയുന്നുണ്ട്. ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് വന്നാൽ പിന്നെ 2 ആഴ്ചയെങ്കിലും താൻ ആ കഥാപാത്രത്തെ പോലെ തന്നെയാണെന്ന് വീട്ടുകാരും സുഹൃത്തുക്കളും പറയാറുണ്ട്. ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് തനിക്കും തോന്നിയിട്ടുണ്ട്. പ്രേമലുവിലെ റീനു ഇപ്പോഴും കൂടെ ഉള്ളതുപോലെ തോന്നലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹത്തെക്കുറിച്ചും മമിത ബൈജു തുറന്നു പറഞ്ഞു. വീണ്ടും LKG ക്ലാസ്സിൽ പോയിരുന്നു പഠിക്കണമെന്നതാണ് ഇപ്പോഴത്തെ തന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും അത് നടക്കില്ലെന്നറിയാം, എന്നാലും ആഗ്രഹിക്കാമല്ലോ എന്നും ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് താനെന്നും നടി കൂട്ടിച്ചേർത്തു. അതേസമയം തന്റെ തുടക്കകാലത്ത് ചെറിയ റോളുകളിൽ അഭിനയിച്ചു തുടങ്ങിയ നടിയാണ് മമിത ബൈജു. സിനിമാ പാരമ്പര്യങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിലും സിനിമയിലേക്ക് തന്നെ ചുവടുറപ്പിക്കാൻ സാധിച്ചു. ഈ വർഷം പുറത്തിറങ്ങിയ പ്രേമലു മലയാളത്തിലും തെലുങ്കിലും ഒരുപോലെ തരംഗമായി മാറിയിരുന്നു. പിന്നാലെ തമിഴിലേക്ക് കൂടി അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു നടി. ഇന്ന് മമിതയ്ക്ക് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും നിരവധി ആരാധകരാണുള്ളത്. അടുത്തിടെ ഒരു കടയുടെ ഉദ്ഘാടനത്തിനായി ചെന്നൈയിലെ മാളിലെത്തിയപ്പോൾ താരത്തെ കാണാൻ ആരാധകർ തടിച്ചുകൂടിയ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പ്രേമലുവിലെ റീനു നടി മമിത ബൈജുവിന്റെ കരിയറിൽ വഴിത്തിരിവായി മാറിയ കഥാപാത്രമാണ്. മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും തെന്നിന്ത്യൻ സിനിമാ ലോകത്തും വലിയ പ്രശംസ നേടിക്കൊടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിരുന്നു. കോട്ടയം സ്വദേശിയാണ് മമിത. ഡോക്ടർ കെ ബൈജുവിന്റെയും മിനി ബൈജുവിന്റെയും മകളാണ് മമിത. തന്റെ മമിത എന്ന പേരിന് പിന്നിലെ കഥയും നടി പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. നമിത എന്നായിരുന്നു അമ്മയും അച്ഛനും തനിക്കിട്ട പേരെന്നും എന്നാൽ ജനറൽ സർട്ടിഫിക്കറ്റിൽ മമിത എന്നായിപ്പോയി. സ്കൂളിൽ ചേരുന്ന സമയത്ത് അവിടുത്തെ സിസ്റ്ററാണ് പേരിനെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ പിന്നീട് പേര് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ അതിന് സമ്മതിച്ചില്ല. അവിടെ കുറെ നമിതമാരുണ്ട്, അതുകൊണ്ട് മമിത തന്നെ മതിയെന്ന് പറഞ്ഞുവെന്നും തനിക്ക് മമിതയാണ് ഇഷ്ടമെന്നും സ്വീറ്റ് എന്നാണ് അതിന്റെ അർത്ഥമെന്നും നടി തുറന്നു പറഞ്ഞിരുന്നു. അതേസമയം പ്രേമലുവിന് ശേഷം ഇപ്പോൾ കൈനിറയെ സിനിമകളുമായി തിരക്കിലാണ് നടി മമിത ബൈജു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.